അങ്ങനെ രജനി ലോകേഷ് കോംബോയിൽ വന്ന കൂലി സിനിമ കണ്ടു. FTFS ഷോ കഴിഞ്ഞ് എക്സിലും FBയിലൊക്കെയുള്ള നെഗറ്റീവ് റിവ്യൂസൊക്കെ കണ്ടതിന് ശേഷമാണ് പോയത്. FBയിലായാലും എക്സിലായാലും ആവറേജ് റിപ്പോർട്ടുകളാണ് കൂലി സിനിമയ്ക്ക് വന്നത്. ഈ ഒരു സിനിമയെ പറ്റിയുള്ള എൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കൂലി സിനിമയുടെ സ്റ്റോറി ലൈൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോകേഷ് ചെയ്ത മുൻപത്തെ സിനിമകളായ ലിയോ ആയാലും വിക്രമായാലും അതിലൊക്കെയുള്ള ഒരു സ്റ്റോറി ലൈൻ എന്തെന്നാൽ ഒന്നെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെയോ രക്ഷിക്കാൻ വേണ്ടി നായകൻ ശ്രമിക്കുന്നതും വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെയാണ്. അത്തരത്തിലുള്ളൊരു സ്റ്റോറി ലൈൻ തന്നെയാണ് കൂലി സിനിമയിലുള്ളത്. സ്വന്തം ഫ്രണ്ടിനെ കൊന്നവരോടുള്ള റിവെഞ്ചും ആ ഫ്രണ്ടിൻ്റെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നായകനായിട്ടുള്ള രജനീകാന്തിനെ തന്നെയാണ് ഈ ഒരു സിനിമയിലും കാണുന്നത്. കൂലി സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല സിനിമകളും ഓർമ്മ വരും. മമ്മൂക്കയുടെ കൗരവർ സിനിമ, അതുപോലെ ജയിലർ, വിക്രം. അപ്പോൾ കഥാപരമായിട്ട് ഈ ഒരു സിനിമയിൽ വലിയ പുതുമകളൊന്നുമില്ല. ഇത്രയും കാലം ഇന്ത്യൻ സിനിമകളിലുള്ള അതേ കഥ തന്നെയാണ് കൂലി സിനിമയിലും കാണിക്കുന്നത്. പക്ഷേ മേക്കിംഗ് വൈസ് ആയാലും BGM വൈസ് ആയാലും കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് വൈസ് ആയാലും മികച്ചൊരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ തന്നെയാണ് കൂലി. ഫസ്റ്റ് ഹാഫിൽ സ്റ്റോറി ബിൽഡ് ചെയ്ത് പോകുന്നതൊക്കെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. രജനീകാന്തിൻ്റെ ഇൻട്രോ സീനൊക്കെ കിടിലനായിട്ട് ലോകേഷ് മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിക്കിട്ട് വൈബ് എന്ന സോങ്ങും സുധിഹാസൻ്റെ നല്ലൊരു പെർഫോമൻസാണ് ഈ ഒരു സിനിമയിലുള്ളത്. സത്യരാജും അത്യാവശ്യം നന്നായിരുന്നു. ലോകേഷ് രജനീകാന്തിൻ്റെ എനർജി നന്നായിട്ട് ഈ ഒരു സിനിമയിൽ ഊട്ടിയെടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം രജനീകാന്തിൻ്റെ എനർജറ്റിക്കായുള്ള പെർഫോമൻസാണ് ഫൈറ്റിലായാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജയിലറിൽ പോലും ഇത്ര എനർജറ്റിക്കായുള്ള രജനീകാന്തിനെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കെ ഫീലിലാണ് പോയത്. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് തിയേറ്റർ മൊമെൻറ്റ്സ് സിനിമയിലുണ്ട്. സൗബിൻ്റെ ക്യാരക്ടർ സിനിമയിൽ മികച്ചതായിരുന്നു. എന്നാൽ നാഗാർജുനയുടെ സൈമൺ എന്ന ക്യാരക്ടർ സിനിമയിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും സൃഷ്ടിച്ചില്ല. നാഗാർജുനൻ്റെ സൈമൺ എന്ന ക്യാരക്ടറിനേക്കാളും ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു സൗബിൻ്റെ ദയാലിന്. സെക്കൻഡ് ഹാഫിൽ ഉപേന്ദ്രയുടെ ഇൻട്രോയ്ക്കൊക്കെ നല്ല കയ്യടിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ഫൈറ്റ് സീൻസും ട്വിസ്റ്റും ടേണൊക്കെ ഉണ്ടായിരുന്നു. മോണിക്ക സോങ്ങിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ കിടിലനായിരുന്നു. പിന്നെ ഇതിൽ സൗബിൻ്റെ ഭാര്യയുടെ റോള് ചെയ്ത ഒരു നടിയുണ്ട്. അവർ നന്നായിട്ട് ഈ ഒരു സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കൂലി സിനിമയുടെ ട്രെയിലറിലുള്ള ആ ഒരു BGM ആണ് കൂലി സിനിമയിലും അനിരുദ്ധ് രജനീകാന്തിൻ്റെ ഒട്ടുമിക്ക സീനിലും കൊടുത്തിട്ടുള്ളത്. ട്രെയിലറിൽ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ആ ഒരു BGMന് തോന്നിയില്ലെങ്കിലും തിയേറ്ററിൽ ഈ ഒരു BGMന് നല്ല ഇമ്പാക്റ്റ് ആയിരുന്നു. അമീർ ഖാൻ്റെ ക്യാമിയോ വളരെ ഫണ്ണായിട്ടാണ് ഈ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെൻസിലെടുത്താൽ കുഴപ്പമില്ലെന്ന് തോന്നും. പിന്നെ അവസാന ഭാഗങ്ങളിൽ സിനിമയിൽ രജനീകാന്തിൻ്റെ ഫ്ലാഷ് ബാക്ക് സീനൊക്കെ കാണിക്കുന്നുണ്ട്. വിൻറ്റേജ് രജനീകാന്തിൻ്റെ ലുക്ക് മാത്രമല്ല, വിൻറ്റേജ് രജനീകാന്തിൻ്റെ ആ ഒരു വോയിസും കൂടി ആ ഒരു സീൻസിൽ നമുക്ക് കേൾക്കാം. കൂലി സിനിമ LCUവിൽ കണക്റ്റഡ് ആണ്. അതുപോലെ വ്യത്യസ്തമായ കഥയൊന്നും പ്രതീക്ഷിക്കാതെ ലോകേഷിൻ്റെ കിടിലൻ മേക്കിങ്ങും അനിരുദ്ധിൻ്റെ BGMഉം രജനീൻ്റെ സ്വാഗും മാത്രം പ്രതീക്ഷിച്ച് പോയാൽ നിങ്ങൾക്ക് ഈ ഒരു പടം മറക്കാവും. കൂലി സിനിമയിലുള്ളതിനേക്കാളും വയലൻസ് UA സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകളിലൊക്കെ നമുക്ക് കാണാം. എന്തിനാണ് ഈ ഒരു സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് മനസ്സിലാവണില്ല. അത്യാവശ്യം കണ്ടിരിക്കാവുന്ന നല്ലൊരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനറാണ് കൂലി സിനിമ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.